അടുത്ത സമയത്ത് എൻ്റെ വാട്സപ്പിൽ ഒരു മെസ്സേജ് വന്നു. HI എന്ന സോഫ്റ്റ്വെയറിൽ നിന്നും നമുക്ക് 1500 മിനിറ്റ് എല്ലാ രാജ്യത്തേക്കും ഫ്രീ കോൾ വിളിക്കാമെന്ന്. ഇത് ഞാൻ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്തു. പിന്നെയാണ് നാട്ടിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ എൻ്റെ ഒരു സുഹൃത്ത് ഇതിൽ ഒളിഞ്ഞിരിക്കുന്ന അപകടത്തെക്കുറിച്ച് എന്നെ വിളിച്ച് പറഞ്ഞത്. ഈ അടുത്ത സമയത്ത് ഖത്തറിലുള്ള അവൻ്റെ ഒരു സുഹൃത്ത് ഭാര്യയ്ക്ക് ഫ്രീ കോളിലൂടെ ഫോൺ വിളിക്കുകയുണ്ടായി. ഇവർ സംസാരിച്ച സംഭാഷണവും മൊബൈൽ നമ്പരും ഈ ഫ്രീ കോളിലൂടെ ചോർത്തപ്പെടുകയുണ്ടായി. പിന്നെ 2-3 ദിവസം കഴിഞ്ഞു നാട്ടിലുള്ള അവൻ്റെ ഭാര്യയുടെ ഫോണിൽ നിരന്തരം കോളുകൾ വരികയുണ്ടായി. ഈ കോളുകൾ മുഴുവനും അശ്ലീല ചുവയുള്ള സംഭാഷണങ്ങളായിരുന്നു. അവർ ഇപ്പോൾ സൈബർ സെല്ലിൻ്റെ സഹായം തേടിയിരിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട പ്രവാസികൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എപ്പോഴും നമ്മൾ നമ്മുടെ ഭാര്യമാർക്ക് ഫോൺ ചെയ്യുമ്പോൾ ഇതുപോലുള്ള വീഡിയോകൾ പ്രചരിപ്പിക്കുന്ന ഫ്രീ കോളിലൂടെ ഫോൺ ചെയ്യാതിരിക്കുക. കാരണം ഇന്ന് എൻ്റെ ഭാര്യയും നാളെ നിങ്ങളുടെ ഭാര്യയും ഇവരുടെ വലയിൽ അകപ്പെട്ടിരിക്കാം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട പ്രവാസികളെ, നമ്മൾ ഈ മണലാരണ്യത്തിൽ കിടന്ന് കഷ്ടപ്പെടുമ്പോൾ നമ്മളൊരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് ഒരു സന്തോഷത്തിനാണ് നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ ഫോൺ ചെയ്യുന്നത്. അപ്പോൾ അവിടെ നിന്നും ഇങ്ങനെയൊക്കെയുള്ള മറുപടി കിട്ടുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ആകെപ്പാടെ തളർന്നു പോകും. അതുകൊണ്ട് എപ്പോഴും നമ്മൾ പ്രവാസികൾ വളരെ കെയർഫുള്ളായിരിക്കുക. ഇങ്ങനെയുള്ള ചതിക്കുഴികളിൽ ചെന്ന് വീഴാതിരിക്കുക. അതിൽ മെയിനായിട്ടും നമ്മൾ വീണുകൊണ്ടിരിക്കുന്നത് നമ്മൾ മലയാളികളാണ്. ആ ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കണം. ഓക്കെ, അസ്സലാമു അലൈക്കും. വാട്സപ്പ്, ഇമെയിൽ എന്നിവയിലൂടെ നിങ്ങൾ വീഡിയോ ചാറ്റിംഗ് നടത്തുന്നുണ്ടോ? സൂക്ഷിക്കണം. ഇഷ്ടം പോലെ കാമുകന്മാർ ഇപ്പൊ പ്രേമിക്കുന്നത് കമ്പ്യൂട്ടർ വീട്ടിൽ വെച്ച് ഒരു ക്യാമറ രക്ഷിതാവ് നേരെ മകൾക്ക് വാങ്ങിച്ചു കൊടുത്തു. അല്ലെങ്കിൽ +2നോ ഡിഗ്രിക്കോ 10ാം ക്ലാസ്സിലോ പഠിക്കുന്ന കുട്ടികൾക്ക് ഇന്ന് മലപ്പുറം ജില്ലയിൽ സാക്ഷരതയിലും IT രംഗത്തും ഒക്കെ ഒരുപാട് മുൻപന്തിയിലാണ് ആ രംഗത്ത്. അതുകൊണ്ട് തന്നെ മിക്ക ആളുകളുടെ വീട്ടിലും ഇന്ന് ഇത്തരം ഒരു കമ്പ്യൂട്ടർ ഉണ്ട്. ആ കമ്പ്യൂട്ടറിൽ 500 രൂപ കൊടുത്താൽ ക്യാമറ കിട്ടും, വെറും 100 രൂപ കൊടുത്താൽ ഇന്റർനെറ്റ് കിട്ടും. ലോകത്തെല്ലാവരുമായി കണ്ട് സംസാരിക്കാൻ ഇന്ന് സാങ്കേതിക വിദ്യ നമ്മുടെ ഭാര്യമാരും ഉമ്മമാരും മക്കൾക്കും ഒക്കെ അറിയാം. അതുകൊണ്ട് തന്നെ പറയുന്നത്, അവിടെയൊക്കെ നിങ്ങൾ സൂക്ഷിക്കേണ്ടത് ഒന്നേ ഉള്ളൂ. അതൊക്കെ നുഴഞ്ഞു കയറ്റക്കാരായ ഒരുവിധം കള്ളന്മാർ ഹാക്ക് ചെയ്തു ഉപയോഗിക്കുന്നുണ്ടത്രേ. എന്ന് വെച്ചാൽ എന്താണ്? കള്ളന്മാർ ഇപ്പൊ ഇന്റർനെറ്റിലൂടെ വന്നിട്ട് നഗ്ന ചിത്രങ്ങളാണ് അത്രേ മോഷ്ടിക്കുന്നത്. അതാണ് അത്രേ ലോകത്ത് ഏറ്റവും വലിയ ബിസിനസ് ഇപ്പൊ കാശുണ്ടാക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് അത്തരം ചിത്രങ്ങൾ ക്യാമറ വെച്ച് കണ്ട് സംസാരിക്കുമ്പം കാമുകിയായിട്ട് അല്ലെങ്കിൽ ഭാര്യയായിട്ട് അല്ലെങ്കിൽ ഭർത്താവായിട്ട് നമ്മൾ കണ്ട് സംസാരിക്കും. അതുകൊണ്ട് ഒരു കുഴപ്പമില്ല, നിങ്ങൾ കണ്ട് സംസാരിച്ചോ. പക്ഷേ ക്യാമറ മുഖത്തിൽ നിന്ന് പല ഭാഗത്തേക്കും മാറുന്നുണ്ടത്രേ. ഈ അടുത്ത കാലത്ത് എൻ്റെ പ്രിയപ്പെട്ട കുറെ സുഹൃത്തുക്കള്, ഗൾഫിൽ ജോലി ചെയ്യുന്ന എൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞതാ, ഞാൻ എൻ്റെ ഭാര്യയുമായി പാതിര നേരത്ത് കണ്ട് സംസാരിക്കാറുണ്ട്. ഞാൻ എൻ്റെ കാമുകിയുമായി പാതിര നേരത്തെ എൻ്റെ വാപ്പനിക്ക് വാങ്ങിത്തന്ന കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ഞാൻ സല്ലപിക്കാറുണ്ട്, പ്രേമിക്കാറുണ്ട്. സുഹൃത്തുക്കൾ ഓപ്പണായി പറയുന്നതാ. ഇന്ന് 10ാം ക്ലാസ്, SLC, +2 എല്ലാ കുട്ടികളെ പറ്റിയല്ല പറയുന്നത്, നല്ല മക്കളൊക്കെ ഉണ്ട്. അവരൊക്കെ മിക്ക ആളുകളും പാവം രക്ഷിതാക്കൾക്ക് ഇത് അറിയില്ല. കഥക് കുറ്റിയിട്ടുകൊണ്ട് എൻ്റെ മോന് പഠിക്കുകയാണ്, എൻ്റെ മോള് പഠിക്കുകയാണ് എന്നും തെറ്റിദ്ധരിച്ച് രക്ഷിതാക്കൾ ആ ഭാഗത്തേക്ക് പോണില്ല. ഇവരുടെ പഠനം എന്താണെന്ന് ആരും അന്വേഷിച്ചിട്ടില്ല. പാതിര നേരത്ത് WW എന്നും കൊടുത്തുകൊണ്ട് ഇവർ ക്യാമറ കെട്ടിക്കൊണ്ട് മറ്റു സുഹൃത്തുക്കളുമായി സല്ലപിച്ചുകൊണ്ടിരിക്കുകയാണ് അത്രേ. ഇതിന്റെ കൃത്യമായ ചിത്രം മലപ്പുറം ജില്ലയിൽ ഒരു ട്രാക്കിംഗ് സംവിധാനം ഉണ്ടാക്കി. ഏറ്റവും കൂടുതൽ മൊബൈൽ ഫോൺ രാത്രിയിൽ ഉപയോഗിക്കുന്ന 18-നും 16-നും 25-നും വയസ്സുള്ള യുവാക്കളാണെന്ന് കണ്ടെത്തി. അവർ ഏത് സമയത്താണ് 10 മണിക്കും 12 മണിക്കോ ഉപയോഗിക്കുന്നത് കണ്ടെത്തി. അവരെന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? പ്രേമവും ഇതുപോലത്തെ കാര്യങ്ങളാണെന്നും കണ്ടെത്തി. ഇത് വ്യക്തമായ ട്രാക്ക് നമ്മുടെ കയ്യിലുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. ഇനി മക്കൾക്ക് ഇത് വേണോ വേണ്ടെന്ന് രക്ഷിതാക്കൾ സ്വയം ചിന്തിക്കുക, അത് പ്രതികരിക്കുക. അതിൽ എനിക്ക് കൂടുതൽ റോളൊന്നുമില്ല. വീണ്ടും പറയട്ടെ, വാട്സപ്പ് എന്ന് പറയുന്ന സംഗതി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പൊ എല്ലാ ഫോണിലും വന്നിട്ടുണ്ട്. വാട്സപ്പിന് ആരും പൈസ കൊടുത്തിട്ടില്ല, ഞാനും കൊടുത്തിട്ടില്ല. എന്നല്ലെങ്കിൽ ഒരിക്കൽ പൈസ വാങ്ങും, $1 $2 വാങ്ങുമെന്ന് കേൾക്കുന്നുണ്ട്. ഏകദേശം 100 കോടി കടന്നു വാട്സപ്പ് ഉപഭോക്താക്കൾ. 100 കോടി കടന്നു ലോകത്ത്. അറിയാലോ, വാട്സപ്പിൽ ഒരു പരസ്യവും ഇല്ല. വാട്സപ്പിന് ആകെ വേണ്ടത് ഒരു 50 ഉറുപ്പ്യ കൊടുത്ത ഒരു മാസം മോർ ദാൻ ഇനഫ്, അല്ലെങ്കിൽ $1 അല്ലെ $60, അതിലപ്പുറം വേണ്ട. ഇതാണ് വാട്സപ്പിന്റെ പ്രൈസ്.